പുതുവത്സരാശംസകൾ. പെൻഷൻ ന്യൂസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും വിശദമായിട്ട് വീഡിയോ കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് 55 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ജനങ്ങൾക്കും സഹായം വഴി വിവിധ ബോർഡ് വഴി പെൻഷൻ വിതരണം നടത്തുന്ന ആൾക്കാർക്കും വീണ്ടും പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്ന ഭാഗമായി തനത് മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു. ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ 855 കോടി രൂപ അനുവദിക്കും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇതിന് പിന്നാലെയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത വന്നിരിക്കുന്നത്. 62 ലക്ഷം വരുന്ന 60 വയസ്സിന് മുകളിലുള്ള ജനങ്ങൾക്ക് ഇന്ദിരാഗാന്ധി വാർഷികകാല പെൻഷൻ എല്ലാ പെൻഷൻകാർക്കും സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. 5 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ക്ഷേമനിധി ബോർഡ് വഴി വിവിധ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ജനുവരി മാസാവസാനത്തോടുകൂടി ആനുകൂല്യം എത്തിച്ചേരും. പിന്നെ ഈ മാസം അവസാനം ഒരു 15-20 ബഡ്ജറ്റ് കാണും. അതിനു മുമ്പായിട്ട് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും. കാരണം അതിന് ഉള്ളിൽ അറിയാം നമുക്ക് ക്ഷേമ പെൻഷൻ എത്രയാണ് കൂട്ടാൻ പോകുന്നതെന്ന്. 700-800 ആക്കാം. ഇപ്പം ഈ സന്തോഷകരമായ വാർത്തകളാണ് ഈ മണിക്കൂറുകൾ പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും അർഹതയുള്ള ആളുകളിലേക്ക് പെൻഷൻ എത്തുന്നതിന് വേണ്ടി ഏറ്റവും അർഹതയില്ലാത്തവർ പുറത്താക്കാൻ വേണ്ടി പുതിയ പെൻഷൻ വിതരണ പട്ടിക പുറത്തുവിടുകയാണ് ഈ 2 ദിവസത്തിനകം. അവർക്ക് മാത്രമേ ഇനി തൊട്ട് ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് മസ്റ്ററിങ് ചെയ്യാത്തവർ മസ്റ്ററിങ് ചെയ്യുക. നിങ്ങൾക്ക് അർഹതയില്ലെങ്കിൽ നിങ്ങളെ പഞ്ചായത്തിൽ വേണ്ടാന്ന് എഴുതി കൊടുത്ത് പെൻഷൻ ഒഴിവാക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പലിശ അടക്കം ഈടാക്കാനാണ് സർക്കാർ തീരുമാനം. സർക്കാർ ഉദ്യോഗസ്ഥർ വരെ അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്ന പരാതി സർക്കാരിന് കിട്ടിയതിന് പിന്നാലെയാണ് ഈ നടപടികൾ. പിന്നെ ഫേസ് മസ്റ്ററിങ് ഒക്കെ നിലവിൽ വരുകയാണ് ജനുവരി 1 മുതൽ. അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക. നിങ്ങൾക്ക് അർഹതയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൽ അറിയിക്കുക. നിലവിലുള്ള പെൻഷൻ പുതുക്കൽ ക്രോഡീകരണം എന്നിവൻ്റെ ഭാഗമായി നിലവിൽ പെൻഷൻ വാങ്ങുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ പലരുടെ കുടുംബക്കാരും അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ പരാതി കിട്ടിയാലാണ് ഈ നടപടികളൊക്കെ സ്വീകരിക്കുന്ന. ഫേസ് മാസ്റ്ററിങ് നിങ്ങളുടെ വീടുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന് ഡിവൈസ് വഴി നിങ്ങളുടെ ഫേസ് മാസ്റ്ററിങ് നടത്തുന്നതാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ വീടിന് പുറത്ത് പോവുകയോ ഒന്നും വേണ്ട. നിങ്ങളുടെ വീടുകളിൽ വന്ന് എല്ലാ മാസം പെൻഷൻ തരുമ്പോൾ അവരുടെ കയ്യിലൊരു ഡിവൈസ് കാണും. അതിൽ നിങ്ങളുടെ ഫേസ് പതിപ്പിച്ചാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് പൈസ 1700 ആയാലും 1600 ആയാലും കിട്ടുള്ളൂ. കുടിശ്ശിക എപ്പോഴും 6400 ഉണ്ടെങ്കിൽ പോലും മാർച്ച് മാസം മുതൽ മുടങ്ങാതെ നമുക്ക് പെൻഷൻ എത്തിച്ച് തരുന്നതാണ് സർക്കാർ ഈ പ്രതിസന്ധി ഘട്ടം നിൽക്കുമ്പോൾ അർഹതയില്ലാത്തവർ കുറേ പേര് പെൻഷൻ വാങ്ങുന്നത് ഇത് കണ്ടു. അതുകൊണ്ടാണ് ഈ നടപടികൾ സർക്കാർ പെട്ടെന്ന് സ്വീകരിക്കുന്നത്. കാരണം 2026 നമുക്ക് കുടിശ്ശിക പെൻഷൻ തന്നു തീർക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം. കാരണം നമുക്കറിയാം ഇലക്ഷനൊക്കെ വരുവാണ്. അതിൻ്റെ പിന്നാലെയാണ് ഈ ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടിയൊക്കെ തുടങ്ങുന്നത്. പിന്നീട് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ സർക്കാർ ന്യൂസുകൾ അറിയാനും ക്ഷേമ പെൻഷൻ വാർത്തകൾ അറിയാനും വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.
കൂടുതൽ ആൾക്കാരിലേക്ക് അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക.